ആഹാരത്തിൽ മുതിരയുടെ ഔഷധ ഗുണത്തെപ്പറ്റി നമുക്കൊന്ന് നോക്കിയാലോ. പാപ്പിലിയോണേസി കുലത്തിൽപ്പെടുന്ന മുതിരയെ സാധാരണയായി കുതിരയുടെ ഭക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണല്ലോ, വളരെ കരുത്തും വേഗതയും സമന്വയിപ്പിച്ച കുതിരയുടെ ബലവത്തായ ശരീരഘടനയ്ക്ക് ഈ ആഹാരം മികച്ചതാണെന്ന്. എന്നാൽ ആയുർവേദത്തിൽ മുതിരയെ ഒരു ശിംബിധാന്യമായാണ് കരുതുന്നത്. ശിംബിധാന്യമെന്നാൽ ചെറുപയർ, കടല തുടങ്ങിയ ധാന്യഗണത്തിൽപ്പെട്ടതും പ്രോട്ടീൻ, കാൽഷ്യം തുടങ്ങിയ അവശ്യ പോഷകങ്ങൾ എന്നിവയുടെ സസ്യാധിഷ്ഠിത സ്രോതസ്സുകളാണിവ. പ്രത്യേകിച്ചും സസ്യാഹാരികൾക്കുള്ള പ്രോട്ടീൻ സ്രോതസ്സുകളാണിവ. കൂടാതെ ത്രിദോഷങ്ങളായ വാതം, പിത്തം, കഫം ഇവയെ സന്തുലിതമായി നിലനിർത്താൻ ഇവയ്ക്ക് ശേഷിയുണ്ട്. ഭാരതത്തിൽ എല്ലായിടത്തും കൃഷി ചെയ്യുവാൻ സാധിക്കുന്ന ഈ ധാന്യം പലഹാരങ്ങൾ, കറികൾ, കഞ്ഞി ഇവയിലെല്ലാം ഉൾപ്പെടുത്താവുന്ന നല്ലൊരു ധാന്യമാണ്. ആയുർവേദത്തിൽ പ്രസവാനന്തരം സ്ത്രീകൾക്ക് ഗർഭാശയ ശുദ്ധിക്ക് നൽകുന്ന ഔഷധങ്ങളിൽ പ്രഥമ സ്ഥാനത്തുള്ള ഒന്നാണിത്. മുതിര കഷായമായിട്ടാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ തടിച്ച ദേഹക്കാർക്ക് മെലിയുവാൻ ഇത് നല്ലൊരു ഭക്ഷണം കൂടിയാണ്. കാരണം ഇത് വിശപ്പിനെ ശമിപ്പിക്കുന്നു. കൂടാതെ തടി കുറയുവാനുള്ള എല്ലാ ഔഷധങ്ങളും ക്ഷീണം വർദ്ധിപ്പിക്കുന്നതായി കണ്ടുവരുന്നു. എന്നാൽ മുതിര കഴിക്കുന്നതിലൂടെ ദുർമേധസ് കുറയുകയും ശരീരത്തിന് ബലം ലഭിക്കുകയും ചെയ്യുന്നു. ഉഷ്ണവീര്യമുള്ള മുതിര കഫം, വാതം ഇവയെ ശമിപ്പിക്കുന്നു. ഒരു ഉത്തമ ആഹാരമായി ഇതിനെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നന്ദി.